മലയാളി അസോസിയേഷനുകളെയും കൂട്ടായ്മകളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന മീറ്റ് ദി മല്ലൂസ് എന്ന പരിപാടിയാണ് അടുത്തത്. മീറ്റ് ദി മല്ലൂസ്. മീറ്റ് ദി മല്ലൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകകല്യാൺ മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. അപ്പോൾ നമ്മൾ പുതിയ ഗെയിംസും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിംസ് തുടങ്ങാം. ഓക്കെ, എന്നാലും ഗെയിംസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 2 ടീംസിന് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ടീം വലതുവശത്താണ്. അപ്പോൾ എൻ്റെ ടീമിനെ ആദ്യം പരിചയപ്പെടാം. ഓക്കെ, ബോയ്സ് ഫസ്റ്റ്. ബോയ്സ് ഗേൾസ് മിക്സ് ആണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ജെൻഡർ ചേഞ്ച്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടീം ലീഡർ അവിടെ ഇദ്ദേഹമാണ് ഇവിടുത്തെ പ്രേം നസീർ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ക്ഷമിക്കണം, കണ്ടിട്ട് മനസ്സിലായില്ല. ചേട്ടൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്തു. ചേട്ടൻ്റെ ടീമിൻ്റെ പേരെന്താണെന്നും ഒന്ന് പരിചയപ്പെടുത്തു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. എൻ്റെ പേര് പി രഘുനാഥ് നായർ. എൻ്റെ ടീമിൻ്റെ പേര് ലോട്ടസ്. അപ്പോൾ ചേട്ടൻ്റെ പേര് പി രഘുനാഥ് നായർ. ഒരു സിംഹത്തിൻ്റെ ഒക്കെ ഒരു പേരല്ലേ, ഒരു സിംഹത്തിൻ്റെ ഗർജനം മാതിരിയുണ്ട്. അതെ, അവിടെ താമര വിരിഞ്ഞങ്ങ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ടീമിനെ പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ. എൻ്റെ ടീമിൻ്റെ ലീഡർ ശ്രീദേവി വേണുഗോപാൽ. നമ്മുടെ ടീമിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ ടീമിന്റെ പേരാണ് ജാസ്മിൻ. ആദ്യത്തെ സെഗ്മെന്റ് കുസൃതി ചോദ്യം. ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് ജയിക്കാൻ റെഡിയാണ് അല്ല ഏട്ടാ? നമ്മുടെ ടീം റെഡി അല്ലേ? ഓക്കെ. ഇടത്തെ കൈയിനാൽ പിടിക്കാൻ കഴിയും, പക്ഷെ വലത്തെ കൈയിനാൽ കഴിയില്ല. ആരാണ് ഉത്തരം പറയുന്നത്? എൻ്റെ ടീം. വലത്തെ കൈമുട്ട്. പുലിയാണ് ഏട്ടാ. അടിപൊളി, വലത്തെ കൈമുട്ട് അല്ലേ ചേച്ചി? ടീമിന് നല്ല കോൺഫിഡൻസ് ആണല്ലോ. ഉത്തരം ശരിയാണെന്ന് പറയുന്നതിന് മുമ്പിട്ടേ കൈവിട്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. ലോട്ടസ് ടീം. അപ്പൊ അടുത്ത ചോദ്യമായിട്ട് ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നമ്മൾ റെഡിയാണോ? ചോദിക്കട്ടെ. ഓക്കെ. വെട്ടും തോറും നീളുന്നത് എന്ത്? മുടി തലമുടി. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് ആണ് സിനിമ ഡയലോഗ് പറച്ചു. മലയാള സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഡയലോഗ് എത്രത്തോളം നന്നായ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗാണ് പറയേണ്ടത്. അപ്പൊ ഏത് ടീം ആദ്യം പോണേ? തീർച്ചയായിട്ടും എന്റെ ടീമാണ് ആദ്യം പോട്ടത്. എന്റെ ടീം അഭിലാഷ് ഏട്ടാ. ഓക്കെ. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് അഭിലാഷ് ഏട്ടനാണ് വരുന്നത്. അഭിലാഷ് ഏട്ടാ. ഓക്കെ, റെഡി. ഓക്കെ. അപ്പോൾ അഭിലാഷ് ഏട്ടൻ ക്ലിപ്പ് കണ്ടിട്ട് ഡയലോഗ് പറയണം. കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞത് ക്ലിപ്പ് കാണാം. ഓക്കെ, കണ്ടോളാം. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അതാണ് നല്ല ശക്തമായിട്ടുള്ളൊരു ഡയലോഗാണ്. ക്യാരക്ടറിലേക്ക് മുന്നേ പെട്ടെന്ന് പറഞ്ഞോളൂ. തമ്പുരാൻ എന്ന നാവ് കൊണ്ട് ചെറ്റെന്ന് വിളിക്കുന്നതിൽ മനസ്താവുണ്ടോ? സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? ഒരു ഫീമെയിൽ മോഹൻലാൽ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഭാരതി ചേച്ചി. തുടങ്ങാം. ഓക്കെ, റെഡി, ആക്ഷൻ. തമ്പുരാൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ചെറ്റെ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ചെറ്റെ. ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? അപ്പൊ നിങ്ങളുടെ ടീമിൽ നിന്ന് ഇങ്ങനെ ഡയലോഗ് പറയാൻ ആരാളുള്ള കുട്ടി? ഞങ്ങളുടെ ടീമിൽ നിന്ന് ഡയലോഗ് പറയാൻ ഇപ്പൊ ഒരാളെത്തിക്കോളൂ. ആരാണ് റെഡി ഇവിടെ? കണ്ടോ, എന്താണ് പേര്? വിജയൻ. ഞാൻ റെഡി അല്ലേ? അവർക്കിട്ട് വെച്ചിട്ട് തമ്പുരാൻ എന്ന്
Get your faces, get out! You talking nonsense in the house of my wife, mother and father. എൻ്റെ പേര് സേതുമാധവൻ. സേതുമാധവൻ, അതെ. ഓ, അപ്പൊ മോഹൻലാലിന്റെ വേറെ ഒരു ക്യാരക്ടറാണ് ചേട്ടൻ. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അപ്പോ തുടങ്ങാം ചേട്ടാ. തമ്പുരാനെ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ചെറ്റേ എന്ന് തന്നെ വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് മനസ്താപമുണ്ടോ? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒരു ഷിറ്റിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ അടിപൊളിയായിട്ട് രണ്ടുപേരും കട്ടയ്ക്ക് ആണ് നിന്നിരിക്കുന്നത്. കല്യാൺ മലയാളി അസോസിയേഷന്റെ എല്ലാവരുടെയും. അപ്പൊ വീണ്ടും ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും 2 മണിക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഞങ്ങളെ കൈ നീട്ടി സ്വീകരിക്കണം. കേരള കൈറ്റ്സ് മീറ്റ് ദ മല്ലൂസ്. ഇനി മുംബൈ വാർത്താ വിശേഷങ്ങളിലേക്ക്. ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മലയാളി സംഘടനകളുടെ പങ്ക് നിർണായകമെന്ന് നോർക്ക സിഇഒ ഡോക്ടർ KN രാഘവൻ. മുംബൈയിൽ മലയാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് അദ്ദേഹം. മലയാളി സംഘടനകളുടെ സഹകരണം കൊണ്ട് മാത്രമേ പല ക്ഷേമ പദ്ധതികളും മുന്നോട്ടു പോകൂവെന്നും പുതിയ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും നോർക്ക സിഇഒ ഡോക്ടർ KN രാഘവൻ പറഞ്ഞു. കേരള സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോക മലയാളി സഭയ്ക്കും അതിനു മുന്നോടിയായുള്ള ഓൺലൈൻ സർവേക്കും മഹാരാഷ്ട്രയിലെ മലയാളി സംഘടനകൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാശി കേരള ഹൌസിൽ ചേർന്ന മലയാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിന് ശേഷം കേരള കൈറ്റ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും അധികം പ്രവാസികളായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ അസോസിയേഷൻ, സമാജം, ഇവരൊക്കെ. അപ്പോൾ അവരോട് സംസാരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഒപ്പം പ്രവർത്തിക്കാനായിട്ടുള്ളൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് എന്ത് മീറ്റിംഗ്. കേരളത്തിലെ 140 സാമാജികരെയും പ്രവാസി മലയാളികളുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം ജനുവരിയിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈ, പൂനെ, നാസിക്, രത്നഗിരി എന്നിവിടങ്ങളിലെ മലയാളി സംഘടനാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഡോംബിവില്ലി കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോംബിവില്ലി കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോംബിവില്ലി ഈസ്റ്റിലെ പാണ്ഡുരംഗ്വാടി മോഡൽ സ്കൂളിൽ കേരള പോലീസ് സൈബർ സെൽ വിദഗ്ധൻ രംഗീഷ് കടവത്താണ് ക്ലാസ് എടുത്തത്. സമാജം ഭാരവാഹികളായ ഒ പ്രദീപ്, വി നാരായണൻ, കെ ദാമോദരൻ, രാജേന്ദ്രൻ നായർ, EV സുരേഷ് കുമാർ, CK രമേശ്, വത്സലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക് കല്യാൺ മലയാളി അസോസിയേഷന്റെ 5ാമത് അക്ഷരശ്രീ പുരസ്കാരം TP ഭാസ്കര പൊതുവാളിന് സമ്മാനിച്ചു. ലോക് കല്യാൺ മലയാളി അസോസിയേഷന്റെ 5ാമത് അക്ഷരശ്രീ പുരസ്കാരം മലയാള ഭാഷാ പണ്ഡിതൻ TP ഭാസ്കര പൊതുവാളിന് പ്രസിഡന്റ് വിജയൻ M നായർ സമ്മാനിച്ചു. കലാസാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കായി ഏർപ്പെടുത്തിയതാണ് അക്ഷരശ്രീ പുരസ്കാരം. 36 കൊല്ലം മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും കേരള സർക്കാരിൽ നിന്നും ഏറ്റവും നല്ല അധ്യാപകനുള്ള പുരസ്കാരവും നേടിയിട്ടുള്ള ഭാസ്കര പൊതുവാൾ നിലവിൽ പയ്യന്നൂർ കഥകളിയരങ്ങിന്റെ അധ്യക്ഷൻ, വാർത്താ സാന്ത്വന മാസികയുടെ മുഖ്യ പത്രാധിപർ, മലയാള ഭാഷാ പാഠശാലയുടെ മേധാവി എന്ന നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. കല്യാൺ ഈസ്റ്റിലെ ലോക്ധാര ഫെഡറേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് വിജയകുമാരൻ, സെക്രട്ടറി PN സുരേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ NP ശങ്കരനാരായണൻ, ട്രഷറർ ഗണപതി കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാൻപാട ജൂബിലി മലയാളം ചർച്ച് യൂത്ത് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗീത സദസ്സ് ധ്വനി 2017 ഏറെ ശ്രദ്ധേയമായി. ജോയ് നഗർ ബൺ സെന്ററിൽ നടന്ന ചടങ്ങ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. വികാരി ബിൻജു വർഗീസ് കുരുവിള, ഫാദർ സംജി കെ സാം, ഫാദർ ബെനു ജോൺ, ഫാദർ സാമൻ ജോഷുവ, ഫാദർ ജോൺസൺ, ബോബി P ചെറിയാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. റെക്സ് ഫെർണാണ്ടസിന്റെ ലൈവ് പെർഫോമൻസ് കാണികൾക്ക് ആവേശം പകർന്നു. മുംബൈ വാർത്താ വിശേഷങ്ങളോടെ ഇന്നത്തെ കേരള കൈറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം.